ഈ മമ്മൂട്ടിയെയും മട്ടാഞ്ചേരിയെയും കിട്ടാത്തതിൽ ഒരു പൊളപ്പുണ്ട്. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ സാധാരണ വളരെ രുചിയോടെ കാത്തിരിക്കുന്ന തീവ്ര സംഘികളായ നമ്മുടെ കൃഷ്ണരാജ് വക്കീൽ മുതൽ നിഷ്പക്ഷർ അഭിപ്രായം പറയുന്ന രീതിയിലുള്ള എൻ്റെ സുഹൃത്ത് നമ്മുടെ ജയശങ്കർ വക്കീൽ അദ്ദേഹം അടക്കമുള്ളവർ എപ്പോഴും പറയുന്നതാണ് മട്ടാഞ്ചേരി മാഫിയ, അതിൻ്റെ അപ്പുറത്തെ മാഫിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വല്ലാത്ത പുകിലും ബഹളവുമൊക്കെ. ഏതായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട കൃഷിയുടെ സംരക്ഷണ പദ്ധതിയിൽ അങ്ങനെ ഒരു സംഗതി കേൾക്കാത്തതിൽ, പുറത്തു വരാത്തതിൽ വലിയ പൊളപ്പുണ്ടെന്ന് മാത്രമല്ല, മോഹൻലാലേട്ടനെക്കുറിച്ച് ഉള്ള വാർത്തകളൊക്കെയും രഹസ്യമായി എല്ലാവരും നിശബ്ദമായി അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെയും വന്നിട്ടില്ല. എന്നാൽ അതിനേക്കാൾ കൂടുതൽ മമ്മൂട്ടിയെക്കുറിച്ച് പലരും പറയുന്ന ഡയലോഗുകളും വാക്കുകളും ഒരുപാട് പേർക്കൊരു പൊളപ്പുണ്ടാകുന്നുണ്ട്. മമ്മൂട്ടി കൂടി മുട്ടി ഡോറിളക്കിയ ഒരു വാർത്ത കിട്ടാത്തതിൽ വിഷമിക്കുന്നവരുമുണ്ട്. അദ്ദേഹം മുട്ടിയിട്ടില്ല ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എവരാരും മുട്ടിയതുപോലെ നിന്ന് മുട്ടി കാണത്തില്ല എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഒരല്പം സെൽഫ് റെസ്പെക്റ്റ് ആ മനുഷ്യനുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നവോത്ഥാന മേഖലയിലെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെയും സ്ത്രീകൾക്ക് തുല്യ പദവിയും തുല്യ അംഗീകാരവും അവർക്കെതിരെയുള്ള അനീതികൾക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭ്രമണപഥത്തിലൂടെ ഭൂമികയിലൂടെ കത്തിജ്വലിച്ചു വരുന്ന ദൃശ്യങ്ങളിലൂടെ കാണിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെ പിന്നാമ്പുറങ്ങളിൽ നമ്മുടെ ഹാഷ്മി താജ് പറയുന്ന പോലെ ആണെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ളൊരു റിപ്പോർട്ടാണ്. അത് പുറത്തു വന്നപ്പോൾ 7-8 പേരുകൾ പുറത്തു വന്നു. ആ പേരുകളൊക്കെയും മതേതരത്വമാണ്, ജനാധിപത്യമാണ്, അങ്ങനെയൊക്കെ ഉള്ളതിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇനി പേര് വരാത്ത ചിലരെക്കുറിച്ചൊക്കെ, പേര് വന്നില്ലെങ്കിലും മലയാളിക്ക് വലിയ ബോധ്യമുള്ളവരും ചിലരൊക്കെ ഉണ്ട്. നമ്മുടെ നിലവിലുള്ള ഒരു മന്ത്രി അടക്കം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളിൽ ചിലതൊക്കെ അടക്കമൊക്കെ ഉണ്ടത്. എന്നാൽ പോലും അതിലൊരു വലിയ നിരാശ. ആരെയെങ്കിലും ഈ കൂട്ടത്തിലൊരാളിനെ മട്ടാഞ്ചേരിയിലെങ്കിലും ഏതെങ്കിലും ഒരു ലോഡ്ജിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ മട്ടാഞ്ചേരി മാഫിയയെ കത്തിച്ചു വിടായിരുന്നു. പക്ഷേ മട്ടാഞ്ചേരി മാഫിയയുടെ വലിയ സ്വാധീനം അവിടെ എങ്ങും കാണുന്നില്ല. അവരുന്നം വെക്കുന്ന ആഷിഖ് ഒന്നും ഇതിൻ്റെ വളയത്തിലൊന്നും കിട്ടാത്തതിൽ ചെറിയ നിരാശയുണ്ട്. അതെന്തെങ്കിലും ആഷിഖ് അബുവിനോടുള്ള സവിശേഷമായ സ്നേഹം കൊണ്ടല്ല ഞാൻ പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ഈ പട്ടി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ സ്പീഡിൽ പോയി അത് ഇടിക്കുമോ എന്ന് വിചാരിച്ച് കണ്ണടച്ച് തുറന്നു നോക്കുമ്പോൾ ആ പട്ടി അപ്പുറത്തേക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ആശ്വാസമുണ്ട്. ഓ, ഇടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് മട്ടാഞ്ചേരി മാഫിയ. അവിടെ എന്തെങ്കിലും പണം വന്നാൽ മറ്റേത് വന്നാൽ എന്നും അങ്ങ് ചാനൽ മൊത്തം അതായിരുന്നു. നമ്മുടെ ABCDയിലും അതുപോലെ ജയശങ്കർ വക്കീലിൻ്റെ വിലയിരുത്തലിലും മറ്റേതും മറിച്ചതുമൊക്കെ മട്ടാഞ്ചേരി മാഫിയ ആയിരുന്നു. പക്ഷേ ഇതിലങ്ങനൊരു മട്ടാഞ്ചേരി മാഫിയ കിട്ടിയില്ലെന്ന് മാത്രമല്ല, ആകെ പുറത്ത് വരുന്നെങ്കിൽ ഈ പറയുന്ന തിരുവനന്തപുരം മാഫിയായും വൈറ്റിലെ മാഫിയായും ഒക്കെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതൊരു സംഗതി. രണ്ടാമതാണ് മമ്മൂക്കയുടേത്. അത് ഞാനിപ്പോൾ ഇത്രയൊക്കെ വയസ്സായി, പുള്ളി പണ്ട് മുതലേ ഒരു എണ്ണയെ പൊരിച്ച ആളിൻ്റെ കൂട്ടൊക്കെയാണ് നിൽക്കുന്നത്. പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയുടേതായ ചില ഈഗോ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് കഴിഞ്ഞൊരു 1/4 നൂറ്റാണ്ടിനിടയിൽ ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുമായി രംഗത്തിറങ്ങിയിട്ടുണ്ടാവുമോ എന്ന തരത്തിലുള്ള പരക്കെയുള്ള ആക്ഷേപമൊന്നുമില്ല. ആരും അങ്ങനെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ചില ഡയലോഗുകൾ തന്നെ ചില ലൈവ് ഷോയിലൊക്കെ ഈ പറഞ്ഞ പെണ്ണുങ്ങളോട് ദൂരെ മാറി നിൽക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മുടെ മുകേഷ് ഉണ്ടല്ലോ, ഈ മുകേഷ് ചോദിക്കുമ്പോൾ മമ്മൂട്ടി പറയുന്ന മറുപടിയൊക്കെ അതിൽ ഡയലോഗായിട്ട് വരുന്നുണ്ട്. പുള്ളിയുടെ കാറിൽ ആരെയും കയറ്റത്തില്ല, പുള്ളി താമസിക്കില്ല, പുള്ളി അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു വേറിട്ട മനുഷ്യനാണ് എന്നൊക്കെ. എന്തായാലും പുള്ളിയെ ഇതുവരെ പുടി കിട്ടിയിട്ടില്ല. ഇത് രണ്ടും നടക്കാത്തതിൽ ഒരുപാട് പേർക്ക് ചെറിയൊരു വിഷമവും സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ട്. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ.